ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അവസാനിച്ചത്. റിപ്പോ നിരക്ക് 5.25% തന്നെ നിലനിർത്തി. ഇനിയിപ്പോൾ EMI ഉയരുമോ, കൂടാതെ പലിശ നിരക്ക് വീണ്ടും ഇനി വരുന്ന മീറ്റിങ്ങുകളിൽ വർദ്ധിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ പറയുന്നുണ്ട്. RBIയുടെ MPC മീറ്റിങ്ങിന് പുറമെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോക്കസിലുള്ളത് ക്ലോസിംഗ് ഓപ്ഷൻ സെഷനാണ്. മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് വലിയ ചാഞ്ചാട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ CAS പിൻവലിക്കുമോ എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ സെബി ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. CAS പിൻവലിക്കില്ല, തൽക്കാലം അത് അതേപടി തന്നെ മുൻപോട്ട് പോകും എന്നാണ് സെബി പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കേണ്ടതുണ്ട്. അതിന് മുന്നേയായി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നോക്കിയാൽ ഡൗ ജോൺസ് 0.49% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ നാസ്ഡാക്കും S&P 500 ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. US വിപണിയിലേക്ക് വന്നാൽ ഇന്നലെ ഡൗ ജോൺസ് റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതേസമയം SpaceX, AMD എന്നിവയുടെ ത്രൈമാസ ഫലങ്ങൾക്ക് പിന്നാലെ ഓഹരികൾ ഇടിഞ്ഞത് നാസ്ഡാക്ക് 5 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇടിയാനുള്ള കാരണമായി. ഇപ്പോൾ US വിപണിക്കും ആഗോള വിപണിക്കും കരുത്താകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സമാധാന ചർച്ചകൾക്കുള്ള പ്രതീക്ഷകൾ കാരണം എണ്ണവിലയും US ട്രഷറി ബോണ്ട് ഈൽഡും കുറയുകയാണ്. ഇതോടുകൂടി പണപ്പെരുപ്പം സമ്മർദ്ദം കുറയുകയും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യതകൾ കുറയും എന്നുള്ള പ്രതീക്ഷയുമാണ് ഇപ്പോൾ US വിപണികൾക്കും കൂടാതെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 0.95% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്ക് 0.17% ഉയർന്നു. വിപ്രോ 2.44% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 0.23% ഉയർന്നപ്പോൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും 0.3% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.63% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റും കനത്ത ഇടിവിൽ തന്നെയാണ്. 4% ഇടിവിലാണ് ഇന്ന് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,650 എന്ന നിലയിലാണ്. അതായത് ഇന്നൊരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുള്ളത്, ഇന്ന് രാത്രി 10 മണിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫ്രീ ക്ലാസ്സിൽ ഇതിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്തവർക്ക് ലിങ്ക് രാത്രി 10 മണിയോടുകൂടി വാട്സപ്പിൽ വരും. ഈ ക്ലാസ്സിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, ടോപ്പ് പെർഫോമിംഗ് സെക്ടറുകൾ ഏതൊക്കെയാണ്, ഇംപ്രൂവിംഗ് സെക്ടറുകൾ എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുക, മോഡറേറ്റ് ചെയ്യുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ്, കൂടാതെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ്, സെക്ടർ റൊട്ടേഷൻ എങ്ങനെയാണ്, ഇയർലി വൈസ്, മന്ത്ലി വൈസ്, വീക്ക്ലി വൈസ്, ഇത്തരത്തിൽ നല്ല സ്റ്റോക്കുകളും ETF-കളും മ്യൂച്വൽ ഫണ്ടുകളുമൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ് കൂടിയായിരിക്കും ഇത്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഒരു ക്ലാസ്സാണ്. സൗജന്യമായിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് പരമാവധി എല്ലാവരും ഇപ്പോൾ തന്നെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ കമൻറ്റ് ബോക്സിലും ആദ്യം തന്നെ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഇനി ഇന്നും വരുന്ന ദിവസങ്ങളിലും ഏറ്റവും അധികം ചർച്ചയാവുക RBIയുടെ MPC മീറ്റിംഗ് ഡിസിഷൻ തന്നെയായിരിക്കും. റിപ്പോ നിരക്ക് 5.25% തന്നെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ തവണയും മാറ്റമില്ലാതെ നിലനിർത്തി. നമുക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ യുദ്ധത്തെ തുടർന്ന് എണ്ണവിലയിലുണ്ടായ വർധനവൊക്കെ കാരണം കറൻസി ചാഞ്ചാട്ടമൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പലിശ നിരക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അത്തരത്തിലുള്ള ഒരു സാഹചര്യം തുടർന്നില്ല എന്നത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ ഡോവിഷോ ഹോക്കിഷോ അല്ല, നിലവിലെ വളർച്ചയും പണപ്പെരുപ്പ സാഹചര്യവും കണക്കിലെടുത്താൽ നിലവിലെ പലിശ നിരക്ക് ഏറ്റവും അനുയോജ്യം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി റിപ്പോ നിരക്ക് 5.25% മാറ്റമില്ലാതെ നിലനിർത്തി എന്ന് പറഞ്ഞു. കൂടാതെ നയനിലപാട് ന്യൂട്രലായിരുന്നു. FY27 പണപ്പെരുപ്പ പ്രവചനം 5.1% നിന്ന് 5.5% കുറച്ചു. കോർ ഇൻഫ്ലേഷൻ പ്രവചനം 4.7% നിന്ന് 4.3% കുറച്ചു. ഫിനാൻഷ്യൽ ഇയർ 2027 GDP വളർച്ചാ പ്രവചനം 6.6 നിന്ന് 6.7% ഉയർത്തിയത് ഇതും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഫിനാൻഷ്യൽ ഇയർ 2028 ആദ്യപാദം
പണപ്പെരുപ്പം 5.3% ആയിരിക്കും. GDP വളർച്ച 7.3% എന്നുമാണ് RBI വിലയിരുത്തുന്നത്. ഇനി എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ എന്തായിരിക്കുമെന്ന് പറയാം. EMI ഉയരുമോ? പലിശ നിരക്ക് വീണ്ടും കൂടാനുള്ള സാഹചര്യമുണ്ടോ? വരുന്ന RBIയുടെ MPC മീറ്റിംഗിൽ ഇത്തരത്തിൽ RBI പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് പറയാം. റിപ്പോ നിരക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മാറ്റമില്ലാതെയാണ് തുടരുന്നത്. ആഗോള അനിശ്ചിതത്വങ്ങളും പണപ്പെരുപ്പ ആശങ്കകളും നിലനിൽക്കുമ്പോഴും ദീർഘകാലം റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും എന്ന് തന്നെയാണ് RBI പ്രതീക്ഷിക്കുന്നത്. അതായത് വരുന്ന ഒക്ടോബർ മീറ്റിംഗിൽ ഒരു നിരക്ക് വർധനവ് ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് തരുന്നത്. പണപ്പെരുപ്പത്തെക്കുറിച്ച് RBI പറയുന്നത് ജൂണിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4.38% പുറത്തു വന്നത്. അതായത് മൂന്നാം പാദത്തിൽ 5.9% വരെ ഉയരാനുള്ള ഒരു സാധ്യത RBIയുടെ കണക്ക് പ്രകാരം കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇത് 2 മുതൽ 6% വരെയുള്ള RBIയുടെ ടോളറൻസ് പരിധിക്ക് ഉള്ളിൽ തന്നെയാണ് എന്നതുകൊണ്ട് ഇത് RBI വലിയ തോതിൽ തന്നെ ഈ പണപ്പെരുപ്പം ഉയരുന്നത് കണക്കിലെടുക്കുന്നില്ല. ഇനി അടുത്ത RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ EMI ഉയരാനുള്ള സാധ്യതകളില്ല എങ്കിൽ കൂടി ഒക്ടോബറിൽ നടക്കുന്ന യോഗത്തിൽ ഇനി വരുന്ന പണപ്പെരുപ്പവും GDP കണക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ചായിരിക്കും RBIയുടെ അടുത്ത തീരുമാനങ്ങൾ വരാനിരിക്കുന്നത്. അടുത്ത തീരുമാനങ്ങൾ വളരെ നിർണായകം തന്നെയായിരിക്കും. ക്ലോസിംഗ് ഓപ്ഷൻ സെഷനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ചർച്ചയാകുന്നത്. ഈ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ എന്താണ് എന്നറിയാത്തവർക്കായിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി ഈ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ സംവിധാനത്തിൽ നിലവിലെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സെബി കാണുന്നില്ലെന്നും അതിനാൽ ഉടൻ അവലോകനം നടത്താൻ സാധ്യതയില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിപണിയിൽ ഇത് ഇത്ര ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തിങ്കളാഴ്ച മുതൽ CA സംവിധാനം നടപ്പിലാക്കിയത് മുതൽ നിഫ്റ്റി ക്ലോസിംഗ് സമയത്ത് കനത്ത ചാഞ്ചാട്ടമാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു 200 പോയിൻറ്റ്സിനടുത്തുള്ള വലിയൊരു മൂവ്മെൻറ്റ് പെട്ടെന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ 55 പോയിൻറ്റ്സാണ് ഉയർന്നത്. അതുപോലെയായിരുന്നു ചൊവ്വാഴ്ച F&A എക്സ്പയർ ദിനത്തിൽ ക്ലോസിംഗ് സമയത്ത് നിഫ്റ്റിയിൽ ആ ഒരു വലിയ ചാഞ്ചാട്ടം ഉണ്ടായപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചയായി വന്നിരിക്കുന്നതും. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ഓയിൽ പ്രൈസുകളിൽ വലിയ മാറ്റം ഇന്നലെ ഉണ്ടായിട്ടില്ല. $80 ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഗോൾഡ് പ്രൈസിലായിരുന്നു. ഗോൾഡ് പ്രൈസ് ഇന്നലെ നല്ല രീതിയിൽ തന്നെ ഉയർന്നു. 1,07,680 എന്നതായിരുന്നു പവന് ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇനി ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. ഹീറോ മോട്ടോകോപ്പ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ലൂപ്പിൻ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയേഴ്സ്, ബ്ലൂ സ്റ്റാർ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇനി റിസൾട്ട് വന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഓറോബിൻ്റെ ഫാർമ എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 25.2% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തി. റവന്യൂവിൽ 16.3% വർധനവ് വന്നിരിക്കുന്നു. 9,150.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. നെറ്റ് ഇൻകത്തിൽ 71% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. $164 മില്യൺ നെറ്റ് ഇൻകം ഉള്ളത്. നെറ്റ് ഇൻകം എക്സ് സ്പെഷ്യൽ ഐറ്റംസിൽ 128% വർധനവുണ്ടായി. എബിറ്റഡ 24% ഉയർന്നിരിക്കുന്നത്. അടുത്തത് കുമ്മിൻസ് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 0.9% വർധനവാണ് വന്നിരിക്കുന്നത്. 609.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.9% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 3,426 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് PB ഫിൻടെക് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 92.6% വലിയ വർധനമാണ് ഉണ്ടായത്. 162.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 40% വർധനവ് 1,888.3 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി ബയോകോണാണ്. ശക്തമായിട്ടുള്ള വലിയ വളർച്ചയാണ് കമ്പനിയിൽ കാണുന്നത്. പ്രോഫിറ്റിൽ 349.4% വലിയൊരു വർധനവ് കാണാം. 141.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10% വർധനവ് 4,336 കോടി രൂപയായിട്ടുമാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 81.2% ഇടിവാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 16.06 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 21.6% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1,310.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി നവീൻ ഫ്ലോറിൻ ഇൻ്റർനാഷണൽ എന്ന കമ്പനിയാണ്.
പ്രോഫിറ്റിൽ 107.7% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 243.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 44.1% വർധനവ് കാണാം. 1045.1 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.